കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഭൂമിയെയാണ്. അവിടെ ദുഷ്ടദേവത കുട്ടുമൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു സ്കൂളിന്റെ മുന്നിൽ ബാൽവീറിനെ കണ്ടെത്തുകയാണ്. അവർ അവനെ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ റാണി ദേവതയുടെ മാന്ത്രിക വലയം കാരണം ആ ആക്രമണം അവർക്ക് നേരെ തന്നെ ഫലിക്കുകയാണ്. അത് കാരണം ദുഷ്ടദേവത തിരിച്ച് ദുഷ്ടലോകത്തേക്ക് തന്നെ പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവരുടെ കോലം കണ്ട് കുട്ടുമാൻ അവരെ കളിയാക്കുന്നു. എന്നാൽ ദുഷ്ടദേവതയ്ക്ക് എങ്ങനെയാണ് ബാൽവീറിനെ തന്റെ അടിമയാക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അടുത്തതായി കാണിക്കുന്നത് ദേവതാലോകമാണ്. അവിടെ കോപദേവതയും തിന്മദേവതയും റാണി ദേവതയെ കാണണമെന്ന് ഡുണ്ടുമാനോട് പറയുന്നു. റാണി ദേവത അവർക്ക് പ്രവേശനം നൽകാൻ ഡുണ്ടുമാനോട് പറയുന്നു. റാണി ദേവത അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. അവർ ഈ ദേവതാലോകത്ത് മറ്റെല്ലാ ദേവതമാർക്കും ശക്തിയുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് മാത്രം ശക്തിയില്ല, അതുകൊണ്ട് അവരുടെ ശക്തി തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന് മറുപടിയായി റാണി ദേവത നിങ്ങളുടെ ശക്തികൾ തിന്മയുടേതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തികൾ തിരികെ നൽകാൻ സാധിക്കില്ല എന്നും പറയുന്നു. ഇത് കേട്ടതോടെ അവർക്ക് റാണി ദേവതയോട് ദേഷ്യം വന്നു. പിന്നീട് കാണിക്കുന്നത് മനുവിന്റെയും മഞ്ജുവിന്റെയും വീടാണ്. അവിടെ അവരുടെ അമ്മ മഞ്ജുവിനോട് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറയുന്നു. എന്നാൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നതുകൊണ്ട് അവൾ അത് ചെയ്യുവാനായി ബാൽവീറിനെ വിളിച്ചു. എന്നാൽ ബാലു അവളുടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവന് ബാൽവീറായി മാറാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൻ അത്ഭുത ദേവതയുടെ സഹായം തേടി. അത്ഭുത ദേവത അവനെ വളരെ ചെറിയ രൂപത്തിലാക്കി മാറ്റി. അങ്ങനെ അവൻ മഞ്ജു അറിയാതെ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തു. അവൾ അത് ബാൽവീർ ചെയ്തതാണെന്ന് വിചാരിച്ചു. പിന്നീട് ദുഷ്ടലോകം കാണിക്കുന്നു. കോപദേവതയും തിന്മദേവതയും കൂടി ദുഷ്ടദേവതയെ കാണാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവർ ദുഷ്ടദേവതയോട് അവർക്ക് ബാൽവീറിനെ ഭൂമിയിലോ ദേവതാലോകത്തോ വെച്ചോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ ദുഷ്ടലോകത്ത് വെച്ച് അവനെ തന്റെ അടിമയാക്കി മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്നു. അവർ ഈ രഹസ്യം ദുഷ്ടദേവതയോട് പറഞ്ഞതിന് പ്രത്യുപകാരമായി ദുഷ്ടദേവത ദേവതാലോകം കീഴടക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ശക്തികൾ തിരികെ നൽകണമെന്ന് പറയുന്നു.